എനിക്കൊരു കഥ പറഞ്ഞുതരോ? ഏത് കഥയാ കുട്ടനെ കേൾക്കേണ്ടത്? ഒരു പുതിയ കഥ മതി. എന്നാ ഞാനൊരു ഒടിയന്റെ കഥ പറയട്ടെ. ഒടിയനോ? അതാരപ്പൂപ്പ? ഒടിയൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈ നാടിനെ മുഴുവൻ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയവൻ. അവൻ ആരാണെന്നോ ഏതു രൂപത്തിൽ വരുന്നോ അറിയാതെ നേരം ഇരുണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം ഭയപ്പെടുത്തി നാട്ടുകാരെ മുഴുവൻ വിറപ്പിച്ചിരുന്നവൻ. അപ്പോ ഒടിയ രാക്ഷസനാ? ഒടിയെന്ന് പറഞ്ഞ അത് നമ്മളെയൊക്കെ പോലെ ഒരാൾ തന്നെ. പക്ഷേ രാത്രി ഇരുണ്ടാൽ, ചുറ്റും ഇരുട്ട് പരന്നാൽ ഒരു മാന്ത്രിക മരുന്ന് ചെവിക്ക് പിറകിൽ തേച്ച് മന്ത്രം ചൊല്ലി ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപത്തിലേക്ക് മാറാൻ കഴിയുന്ന ഒരാൾ, അതാണ് ഒടിയൻ. പട്ടിയായും പൂച്ചയായും പോത്തായും കാളയായും കൂമനായും എല്ലാമായി മാറി ഇരുട്ടിൽ പതുങ്ങി നിൽക്കും. ആരെയാണോ ലക്ഷ്യമിട്ടത് അയാൾ വരുമ്പോൾ അയാൾക്കു നേരെ ചാടി വീഴും, ആക്രമിക്കും. അയാളുടെ മരണവും ഉറപ്പ്. ഗ്രാമത്തിലെ ഒടിയൻ ആരാണെന്നത് പരമരഹസ്യമായിരുന്നു. നാട്ടിലെ പലരും മരിച്ചു വീഴുമ്പോഴും അതിന് കാരണം ആരാണെന്ന് അറിയാതെ നാട്ടുകാർ പറഞ്ഞു. അങ്ങനെ അവസാനം ഈ നാട്ടിൽ ഒടിയൻ ആരാണെന്ന് കണ്ടെത്തി. ഒടിയനെയും കുടുംബത്തെയും തല്ലിച്ചതച്ച് അയാളുടെ കുടിലിട്ട് തന്നെ കത്തിച്ചു കൊന്നുകളഞ്ഞു. അയ്യോ, എന്നിട്ട്? പക്ഷേ അയാളുടെ മകൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇരുട്ടിലെ കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന് ആളിക്കത്തുന്ന കുടലിലേക്ക് നോക്കി ശബ്ദം പുറത്തു വരാതെ ആ കുട്ടി കരഞ്ഞു. അവിടെ നിന്നും രക്ഷപ്പെട്ടോടിയ ആ കുട്ടി കാട്ടിൽ വസിച്ചു. പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കി. കാലങ്ങൾ കടന്നുപോയി. മനസ്സിനും ശരീരത്തിനും കരുത്തു വന്നതോടെ അവൻ്റെ ഉള്ളിൽ പകയുടെ അഗ്നി പടർന്നു. തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ പാഠം പഠിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ തൻ്റെ ആ പഴയ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ അച്ഛൻ ചെവിയിലോതി നൽകിയ മന്ത്രങ്ങൾ അവൻ പരീക്ഷിച്ചു. അങ്ങനെ ഗ്രാമത്തിൽ വീണ്ടും മരണത്തിൻ്റെ ഭീതി പടർന്നു. ഇരുട്ടിൽ ഒടിയന്മാർക്ക് അസാധാരണമായ കാഴ്ചശക്തി ഉണ്ടായിരുന്നു അത്രേ. നത്തിന്റെ തലയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രത്യേക മഷി ഇവർ കണ്ണിൽ പുരട്ടിക്കൊണ്ടായിരുന്നു ഈ അസാധാരണത്വം കാഴ്ചശക്തിയിൽ നേടിയിരുന്നത്. ഇര മരിച്ചുവെന്നോ മൃതപ്രായനായെന്നോ മനസ്സിലാക്കുന്ന ഒടിയൻ ഓടി ഒളിക്കുന്നു. മിക്കപ്പോഴും സ്വന്തം വീട്ടുപടിക്കലോ പുരയിടത്തോ വെച്ചായിരിക്കും രക്തം ഛർദ്ദിച്ച് ഇരകൾ മരിച്ചു വീഴുന്നത്. ഒടിയനെ കണ്ട മാത്രയിൽ തന്നെ ഭയം കാരണം തൽക്ഷണം വീണു മരിച്ചവരുമുണ്ട്. മൃഗങ്ങളുടെ രൂപത്തിലേക്ക് മാറുമ്പോൾ പൂർണ്ണമായും ആ രൂപം സ്വീകരിക്കുവാൻ ഒടിയനു കഴിഞ്ഞിരുന്നില്ല. ഒരു കൊമ്പിൻ്റെ കുറവോ മുറിവാലനായോ അല്ലെങ്കിൽ കാലിൽ മുടന്തോ അങ്ങനെ എന്തെങ്കിലും വൈകല്യം ആ മൃഗത്തിനുണ്ടാകുമായിരുന്നു അത്രേ. ആ അടയാളങ്ങൾ വെച്ച് സമർത്ഥരായ മാന്ത്രികർക്ക് ഒടിയന്മാരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. മന്ത്രം ചൊല്ലി ഒടിയനെ ബന്ധിച്ച് ചെവിക്കു പിറകിലെ മരുന്ന് തുടച്ചു കളഞ്ഞാൽ അവർ മനുഷ്യരൂപത്തിലാകുമായിരുന്നു, അതും പൂർണ്ണ നഗ്നരൂപത്തിൽ.
ഒടിയന്റെ ശല്യം സഹിക്കവയ്യാതെ രാത്രിയിൽ ആളുകൾ പുറത്തിറങ്ങാതെയായി. പകൽ സമയങ്ങളിൽ അവർ ഒത്തുകൂടി ഒടിയന്മാരെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തു. പലപ്പോഴും ഒടിയന്മാരെന്ന് മുദ്രകുത്തി പലരെയും കൂട്ടവിചാരണക്കിരയാക്കി. പലരും വ്യക്തിവൈരാഗ്യം തീർക്കുവാൻ ഇതൊരു മാർഗമായും കണ്ടു. വർഷങ്ങൾ കടന്നുപോയി. വൈദ്യുതിയുടെ കണ്ടുപിടുത്തം വിപ്ലവം തീർത്തു. വഴിയോരങ്ങളിൽ വെളിച്ചം നിറഞ്ഞു. ഇരുളിൽ ഒടിവിദ്യയുമായി മറഞ്ഞിരുന്നവർക്ക് വെളിച്ചം ഒരു ശാപമായി. ഒടിയന്മാർക്ക് വെളിച്ചത്തിൽ ഇരകളിലേക്കെത്താൻ കഴിയാതെയായി. അങ്ങനെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒടിയനും ഒടിവിദ്യയുമെല്ലാം വെറും പഴങ്കഥകളായി.